അധികാരപ്രയോഗത്തിൻ്റെ പദമാണ് തന്തവൈബ് എന്ന് വെച്ചാൽ ഞാൻ പറയും നീ കേട്ടോണ്ട അതിന് പറയുന്നത് തന്തവൈബ് അല്ലെങ്കിൽ തള്ളവൈബ് എന്നൊക്കെ നമുക്കതിന് പറയാൻ പറ്റും. ഭാര്യയെ ഭർത്താക്കന്മാർ പേടിക്കേണ്ടത് തമ്മിൽ ശരിക്കും സ്നേഹിച്ചാലും മതി, പ്രശ്നമില്ല. പേടി വരുന്നത് ഷെയറിങ്ങിൻ്റെ കുറവ്, സ്നേഹത്തിൻ്റെ അഭാവം, അവിടെയാണ് പേടി, ഒരു ഭയം. ആരെയും നോവിക്കാത്ത തമാശകൾ പറഞ്ഞു പോകുമ്പം ആർക്കെങ്കിലും കൊണ്ടാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. എല്ലാം നോക്കിയാൽ പിന്നെ ഭൂമിയിൽ ഒരു തമാശ ആർക്കും പറയാൻ പറ്റത്തില്ല. കുടുംബ കേസ് ഇപ്പം കോടതി വരുവാണെങ്കിൽ 80% കാരണം ഭാര്യയുടെ അമ്മയും അപ്പനും അല്ലെ ഭർത്താവിൻ്റെ അമ്മയും അപ്പനുമാണ്. അതിൽ 65% പെണ്ണുങ്ങളുടെ അമ്മമാരാണ്. ഒരു സ്ത്രീ കീഴ്പ്പെട്ടാലേ കുടുംബം നിൽക്കുള്ളൂ. ആണുങ്ങൾ ഇമ്മ വാല് പഠിക്കാനേ പറ്റും. വീടാക്കണ ഒരു പെണ്ണാണ്, ഒരമ്മയാണ്. ഒരു ഔട്ടിങ്ങോ ഒരു സിനിമയോ ഒരു ഹോട്ടലിലൊക്കെ പോയി പരമാവധി സമയത്ത് ചെലവഴിക്കാൻ പറയും. അത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വിദേശത്ത് അങ്ങനെയാണ്, വീക്കെൻഡ് സെലിബ്രേഷൻ. അങ്ങനെ അടുത്തില്ലെങ്കിൽ മക്കളുടെ ജീവിതത്തെ ബാധിക്കും. ഡൈവോഴ്സ് നല്ല ദൂരത്തോടെ പോകാന്നൊക്കെ പറയും, പക്ഷേ ഈ കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വിലയില്ല സമൂഹത്തിൽ. പറയുന്നതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ ഒരിക്കലും പറയാം. ഭർത്താവിനും നല്ല ഭാര്യയോടും പറയാം. പറഞ്ഞില്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന വല്ലതാണെങ്കിൽ ഷെയർ ചെയ്തോളും. അതല്ല എന്തോന്നും സംഭവിച്ചു ഇനി ഒരിക്കലും ബാധിക്കുന്നു, അല്ലെങ്കിൽ ആ ചരിത്രത്തോടെ നമുക്ക് മരിച്ചു പോകും. കടിച്ചു വീഴുന്ന പെണ്ണിനോട് അമ്മ പറയും, വണ്ടിയിൽ കയറുന്നവരോട് ആൾക്കാർ പറയും, അല്ലെങ്കിൽ കണ്ടക്ടർ പറയും, വിദേശത്ത് പോകുന്ന ആളോട് ഭാര്യ പറയും. ഒറ്റ വാക്ക്. ആ വാക്ക് ദാമ്പത്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. ആ വാക്കിതാണ് പിടിച്ചു നിൽക്കണം കേട്ടോ. കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം, കൂടാത്തപ്പോൾ ഭൂകമ്പം. ഇങ്ങനെ പറയുന്ന ഒരു ചിരി അച്ഛൻ, കാപ്പിപ്പൊടി അച്ഛൻ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. അച്ഛാ, ഈ അങ്ങനൊരു വരി ആലോചിക്കാനേ, കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം, അതിൻ്റെ അപ്പുറത്തൊരു വരി ആലോചിച്ചത് അതെങ്ങനെയായിരുന്നു? അതെ, നമ്മൾ നല്ല സ്നേഹത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ജീവിക്കുന്നിടത്ത് നല്ലൊരു സന്തോഷം. ഇല്ലാത്തടത്ത് എന്നും ഡൈവേഴ്സ്, കൂട്ടയടി, ബഹളം. അപ്പം അതെൻ്റെ ഭാവനയിൽ ഒരു വാക്കാക്കി എടുത്തതാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടെങ്കിൽ അത് കുടുംബമാണ്, ഇമ്പമില്ലാത്ത വഴക്കാണെങ്കിൽ ഭൂകമ്പം പോലെ പൊട്ടിത്തെറിയും ബഹളവും ആവും. ഇപ്പം ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്, ഈ കുറച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ ഈ ഒരു താഴെയുള്ള ജനറേഷനെ വിമർശിച്ചാലോ അല്ലെങ്കിൽ കുറച്ചൊരു പക്വമായുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് തന്തവൈബായി എന്ന് പറയുന്നൊരു പദമുണ്ട്. അച്ഛൻ ഈ തന്തവൈബ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ ആ വാക്കിനോടുള്ളൊരു പ്രതികരണം? അതായത് അധികാരപ്രയോഗത്തിൻ്റെ പദമാണ് തന്തവൈബ് എന്ന് വെച്ചാൽ ഞാൻ പറയും നീ കേട്ടോണ്ട അതിന് പറയുന്നത് തന്തവൈബ് അല്ലെങ്കിൽ തള്ളവൈബ് എന്നൊക്കെ നമുക്കതിന് പറയാൻ പറ്റും. അതുപോലെ ഫ്രണ്ട്സ് വൈബുണ്ട് മറ്റൊന്ന്. അപ്പം അതിങ്ങനെ കാലത്തിന്റെ ഫലമായിട്ട് അങ്ങ് വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഇൻലോസിനെ ശരിക്കും ഈ കല്യാണം കഴിയുന്ന ആളുകൾ എങ്ങനെ ഡീൽ ചെയ്യണ്ടേ? ഇൻലോസ് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു കുടുംബ കേസ് ഇപ്പം കോടതി വരുവാണെങ്കിൽ 80% കാരണം ഭാര്യയുടെ അമ്മയും അപ്പനും അല്ലെ ഭർത്താവിൻ്റെ അമ്മയും അപ്പനുമാണ്. അതിൽ 65% പെണ്ണുങ്ങളുടെ അമ്മമാരാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ അമ്മമാരാണ് പ്രശ്നം ഉണ്ടാക്കുക. അവർ മരിച്ചു പോയാൽ തന്നെ ആ കുടുംബം സമാധാനമായേനെ. അങ്ങനെ ഒത്തിരി കുടുംബം വെറുതെ പെണ്ണിനെ നശിപ്പിക്കുന്ന അമ്മ, മോനെ നശിപ്പിക്കുന്ന അമ്മ, അപ്പനപ്പൻ്റെ റോളില്ല. അപ്പം ഇതോ ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പരമാവധി അവരുടെ കൂടെ നിന്ന് മാറി നിങ്ങൾ ജീവിക്കാൻ പറയും. ചിലരോടെ എന്നാ പ്രായമല്ല അവരെ വിട്ടു ജീവിച്ചോ, ജീവിതം വേണമെങ്കിൽ വേണ്ടുന്ന കെയർ കൊടുക്കുക, ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചോണം, അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചിലപ്പം പേരൻസിനെ വിളിച്ച് നിങ്ങളുടെ പെരുമാറ്റം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവർക്കും ഗൈഡൻസ് കൊടുക്കും. ഈ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരേപോലെ പറയുന്നൊരു പരാതിയാണ്, ഭർത്താവ് എപ്പോഴും ഈ അവരിൽ, അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീയിൽ അവരുടെ അമ്മയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു തരുന്നു, എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു തരുന്നു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ ഒരാളെ കണ്ടുപിടിച്ചാൽ പോലെ എന്നുള്ളൊരു കോമൺ ചോദ്യം. ശരിക്കും ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയിൽ അവരമ്മയെ തന്നെ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിട്ട് എന്താ ശരിക്കും ഒരു കുടുംബം ചെയ്യേണ്ടത്? ഈ അമ്മയെ സ്നേഹിക്കാൻ കാരണം കുഞ്ഞുനാൾ മുതൽ ഏറ്റവും കൂടുതൽ നഷ്ടവും കഷ്ടവും ചെയ്യുന്നത് അമ്മ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു അമ്മ ഫിഗർ മനസ്സിലുണ്ട്, അത് സ്വന്തമായിട്ട് വലിയ പെണ്ണിലും അതുപോലെ പ്രതീക്ഷിക്കും. ആ കരുതലും ശ്രദ്ധ, സ്നേഹം, നഷ്ടം സഹിക്കലൊക്കെ അത് പ്രതീക്ഷിച്ചാണ് നോക്കുന്നത്. പക്ഷേ വിവേകമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അത് പറയാൻ പാടില്ല, ആ വാക്ക് പറയാൻ പാടില്ല. കാരണം അമ്മയല്ല ഇവൾ വേറൊരു സംസ്കാരത്തിൽ, വേറൊരു കുടുംബത്തിൽ, പശ്ചാത്തലത്തിൽ വളർന്നു വന്നവളാണ്. അവൾക്ക് അവരുടേതായ പ്രത്യേകതയാണ്. ആ പ്രത്യേകത അംഗീകരിക്കാൻ ഭർത്താവ് തയ്യാറാവണം. അപ്പം വിവേകമാണെങ്കിൽ ഒരിക്കലും ഭാര്യ പറയല്ലേ എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ അതുപോലെയാണ്, ഇവൻ പറയാം എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു പോലെ പറ്റിയല്ല. അത് മനസ്സിലാക്കുക, അവരെങ്ങനെയാണ്, നല്ല വശമുണ്ടോ അത് കൊടുക്കാൻ പഠിക്കാൻ. അല്ലാണ്ട്
ബാക്കിയുള്ളത് പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വൈകാരികത്തിൽ വലിയ മുറിവാകും. ഈ ഇണയായും തുണയായും നിന്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറയുമല്ലോ. അപ്പൊ അതിൽ തന്നെ കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് ഒരു വരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെന്താ പറയാ, ആ വരിയെ തന്നെ ആളുകൾ വിമർശിച്ചിട്ടും അങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്, അങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതല്ല എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഒരു ഉന്നമനം വന്നപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറേ കൂടി വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ പുരുഷനൊപ്പം തന്നെ തുല്യമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ ഇന്ന് അറിവുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഒരേ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരേ അറിവ്, ഇത് ദാമ്പത്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം ഏത് വിധത്തിലാണ്? അത് ഈ വിധേയത്വം പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഉദാഹരണം, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ഭർത്താവ് എന്തെങ്കിലും പറയുന്നതെങ്കിൽ അത് വിധേയത്വത്തോടെ ഭാര്യയെ സ്വീകരിക്കണം. വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ഭാര്യയാണ് നല്ല കാര്യം പറയുന്നതെങ്കിൽ ഞാനാ കിട്ടിയോ ഞാൻ തരില്ല, വിധേയത്വത്തോടെ സ്വീകരിക്കണം. ആത്മീയ കാര്യങ്ങൾ, ധാർമ്മിക കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങളൊക്കെ ഈ സമ്പത്തിൽ വരുമ്പോഴേ ഉള്ളൂ ഈ ക്ലാഷ്. അപ്പം ഒപ്പത്തിനൊപ്പം നേടുന്നു, എന്തിനാണ് ഞാൻ കീഴ്പ്പെടുന്നത്? അത് കാശിൻ്റെ തലത്തിലും വികാരത്തിൻ്റെ തലത്തിലുമാണ്. ഒരു സ്ത്രീ കീഴ്പ്പെട്ടാലേ കുടുംബം നിൽക്കുള്ളൂ. ആണുങ്ങൾ ചെയ്യുമ്പോൾ വാല് പഠിക്കാനേ പറ്റുള്ളൂ. വീടാക്കണ ഒരു ഒരമ്മയാണ്. അവളുടെ സാന്നിധ്യവും ഒരു സ്വയശൂന്യവൽക്കരണം ഉണ്ടെങ്കിലേ വീട് പിടിച്ചു നിൽക്കുന്നു. അത് ഓർത്തുകൊണ്ട് ഭാര്യമാർ വിധേയത്വം കാണിക്കണം, അങ്ങോട്ട് കാണിക്കണം. കാരണം വിധേയത്വം അത് ആണുങ്ങളുടെ അവകാശമല്ല, ഒരു സ്ത്രീ കാണിക്കുന്ന ഔദാര്യമാണ്, ഒരു സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ രീതിയിൽ ആരും വിധേയത്വം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്യൂസ് ഒത്തിരി വരികയുള്ളൂ. അതേസമയത്ത് ആണുങ്ങളും ഓർക്കണം, കാലം മാറി. എൻ്റെ അമ്മ അപ്പനോട് കീഴ്പ്പെട്ടതുപോലല്ലേ, ഇന്ന് പുതിയ കാലം, പഠിത്തമുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് ചില കാര്യം ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ അവനും ചെയ്യാൻ പഠിക്കണം. അങ്ങനെ വരുമ്പം കുടുംബത്തിന് ഇഷ്യൂസ് തീരും. ഡിവോഴ്സ് കഴിഞ്ഞാൽ ജീവിതം ഡാമേജ് ആയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ. പക്ഷെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ജീവിതം ഉണ്ടെന്നുള്ള സംസാരം ഇപ്പോൾ വരുന്നുണ്ട്. ഏറ്റവും അവസാന വാക്കായിട്ടാണോ ഡിവോഴ്സ് വയ്ക്കേണ്ടത്? അത് ഒത്തുചേരാൻ പറ്റാത്തവരെ പറഞ്ഞ് ഒത്തുചേർക്കുന്നതിൽ ശരിയുണ്ടോ? അതിൻ്റെ പ്രശ്നം ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം. ഏത് ജാതി ഏത് മതത്തിലും കുടുംബം തകർന്നാൽ ആ സമൂഹം തകരും. ഉദാഹരണത്തിന് നല്ല അപ്പനമ്മ മക്കളാണോ അങ്ങനെ 10 കുടുംബം ഉണ്ടെങ്കിൽ ആ ദേശം നല്ലതാണ്. തമ്മിലെ പിണക്കവും വഴക്കവും ബഹളമാണെങ്കിൽ അതിൻ്റെ അലേടി സമൂഹത്തിലുണ്ടാകും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് പിരിയുക എന്നുള്ളതിനുപരിയായിട്ട് യോജിക്കാൻ പറ്റുന്ന മേഖലകൾ കണ്ടെത്തി സഹായിക്കാം. നമുക്ക് തമ്മിൽ എതിർക്കാൻ പറ്റുന്നതുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന മേഖലയുടെ ബേസിൽ ഇണക്കണം. വിയോജിപ്പുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ അടുപ്പം, അങ്ങനെ അടുത്തില്ലെങ്കിൽ മക്കളുടെ ജീവിതത്തെ ബാധിക്കും. ഡൈവോഴ്സ് നല്ല ഗൗരവത്തോടെ പോകാമെന്നൊക്കെ പറയും, പക്ഷേ ഈ കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വിലയില്ല സമൂഹത്തിൽ. എല്ലാവരും അതൊക്കെ പറയും, ഭയങ്കര ഐഡിയോളജി പറയും. വിവാഹമോചനം നേടിയ സ്ത്രീയെ മറ്റൊരു പുരുഷൻ കാണുന്നത് വേറൊരു കണ്ണോടെയായിരിക്കും. വിവാഹമോചനം നേടിയ പുരുഷനെ സ്ത്രീകൾ കാണുന്നതും മറ്റൊരു കണ്ണോടെയാണ്. ഐഡിയോളജി പറഞ്ഞാലും ആക്ച്വൽ ലൈഫിൽ ഇതാണ് സംഭവിക്കുക. ഈ സമയം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇപ്പോൾ ദമ്പതിമാരുടെ ഇടയിൽ. പുതിയതായി കല്യാണം കഴിഞ്ഞിട്ട്, കാരണം പലർക്കും ഈ അമേരിക്കൻ ടൈമിലൊക്കെയാണ് ജോലി. ചില ആളുകൾക്ക് രാവിലെ ഷിഫ്റ്റ്, ചില ആളുകൾക്ക് രാത്രി ഷിഫ്റ്റ്, അങ്ങനെയൊക്കെയാണ് ഷിഫ്റ്റുകൾ അനുസരിച്ച്. ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റാത്ത ദമ്പതിമാർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഒത്തുതീർപ്പാക്കിയ സംഭവങ്ങളുണ്ട്. ഒന്നാമത് ഈ സമയം ഉണ്ടായിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കാത്തവരുണ്ട്. അവരെ നമ്മൾ പറഞ്ഞ് കറക്റ്റ് ചെയ്യും. മറ്റൊന്ന്, ഇപ്പോഴത്തെ ജോലിയുടെ രീതിയിൽ ശനി ഞായറുണ്ടല്ലോ ഇവർക്ക് അവധി കിട്ടുക. അപ്പോഴെങ്കിലും ഒരു ഔട്ടിങ്ങോ ഒരു സിനിമയോ ഒരു ഹോട്ടലിലൊക്കെ പോയി പരമാവധി സമയം അടുത്ത് ചെലവഴിക്കാൻ പറയും. അത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വിദേശത്ത് അങ്ങനെയാണ്, വീക്കെൻഡ് സെലിബ്രേഷനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ സിസ്റ്റത്തിൽ ആ രീതിയിലാണ് ജോലി പോകുന്നതെങ്കിൽ ശനിയോ ഞായറോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഫാമിലിയോട് കൂടി ചിലവഴിക്കുന്ന ഒന്ന് ശരി 5 ദിവസം പണിയുക, 2 ദിവസം അങ്ങനെ ഇരിക്കുക. പിന്നെ അവയിൽ ആകാൻ പറ്റുമെങ്കിൽ ഡെയിലി അല്പസമയം പറ്റുന്ന സമയം കൂടെ ഇരിക്കുക. എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റാവുന്ന പ്രശ്നങ്ങളെ കൊണ്ട് വലിയ വിപത്തുകൾ ഉണ്ടായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപ്പൊ തന്നെ സോൾവ് ആക്കിയ സംഭവങ്ങളുണ്ട്? അതിനൊന്നും ഒരു സംഭവം ഉണ്ടാകില്ല, ഒരിക്കലും ഇല്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ 3-4 സിറ്റിങ്ങിൽ വിളിച്ചാലേ പറ്റുള്ളൂ. ചില ചെറിയ സൗന്ദര്യപ്പിഴക്കമൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് വിട്ടാൽ പിന്നെ അങ്ങ് തീരും. പ്രധാന ഇഷ്യൂസ് ആണെന്ന് വരിയിൽ 3-4 പ്രാവശ്യം വരണം. ഓരോ പ്രാവശ്യം നിങ്ങൾ 1 മാസം ഇങ്ങനെ നോക്ക്, പിന്നെ 1 മാസം നോക്ക്, കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ വാക്ക് ഇതൊക്കെ ആയതിനു ശേഷം നമ്മളങ്ങ് പറയും, ഇങ്ങനെ ജീവിക്കാൻ പറയും. അങ്ങനെ വരുള്ളൂ. പിന്നെ ചിലത് പ്രമാദമായ കേസ് അച്ഛൻ കൈകാര്യം ചെയ്താൽ പോരാ, അത് കോടതി നിയമം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടു ഇഷ്യൂ ഉണ്ടായാലും ആര് പറഞ്ഞിട്ടാന്ന് വെച്ചാൽ പറയും അച്ഛൻ പറഞ്ഞില്ല, അത് കോടതി ചോദ്യം ചെയ്യാം. അങ്ങനെ പ്രമാദമായത് കോടതി വഴി ആ രീതിയിലേക്ക് തിരിച്ചു വിടും.
നമുക്ക് താങ്ങാവുന്നത് നമ്മുടെ രീതിയിൽ ഗൈഡ് ചെയ്യും. ഈ ഗൗരവമല്ലാത്ത സൗന്ദര്യപ്പണക്കങ്ങൾ തന്നെ രസമുള്ളത് ഓർമ്മയുണ്ടോ? 100 കേസിൽ ഓരോന്നും ഇങ്ങനെ കടുവ് പിടിച്ച പോലെ വരുന്നു പോകുന്നു എന്നല്ലാതെ അങ്ങനെയുള്ള അത്തരമുള്ള ഒന്നുമില്ല. അല്ല പിന്നെ വലിയ നിഗൂഢമായ കാര്യങ്ങൾ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ബാക്കിയൊക്കെ ഒരു പക്ഷേ ഭർത്താവിൻ്റെ അമ്മയുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ പേരിൽ അല്ലെ ഭർത്താവിൻ്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഭാര്യയുടെ ആങ്ങളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് കുഞ്ഞു കാര്യം വരും. മദ്യപാനം നിർത്താനൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളുണ്ടാവില്ല, അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രതിവിധിയൊക്കെ തയ്യാറാക്കി അങ്ങനത്തെ ഓർമ്മകളുണ്ടോ? മദ്യപാനമായിട്ട് വരുന്ന മനുഷ്യരെ നമ്മൾ അങ്ങനെയുള്ള സെൻറ്ററുകളിലേക്ക് നമുക്ക് തന്നെ ഉണ്ട് പറഞ്ഞു വിടും. അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് വിധേയനായിട്ട് ജീവിക്കുക. കാരണം പ്രാർത്ഥന കൊണ്ടോ ഒരു കൗൺസിലിംഗ് തീരുന്നതല്ല, ഒരു സ്വഭാവം അത് ആർജിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചികിത്സ വേണം. ചികിത്സയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനയും വെക്കും. അങ്ങനെ ഒത്തിരി പല കുടുംബങ്ങളൊക്കെ ചുമ്മാ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് അരിശപ്പെടുക, ഭാര്യയോടെയും അരിശപ്പെടുക, അടിക്കുക, ബഹളം വെക്കുക, അവർക്ക് സഹിക്കാൻ പറ്റുമല്ല. കുടിച്ചില്ല ഒരു കുഴപ്പമില്ല. ചിലർ ഒരു മുഖംമൂടി പോലെ കൂടിയങ്ങ് അഭിനയിക്കും. അത് എനിക്കെന്നും തെറി പറയാനുള്ള അവസരമായില്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ ചികിത്സയ്ക്ക് തന്നെ വിധേയമാകും മദ്യം. കാരണം അത് തമാശ പോലെ ഭ്രാന്ത് പോലെയുള്ളൊരു അസുഖമാണ്. അതിൻ്റെ ആരംഭമാണ്. അത് മദ്യപാനം ഒരു മെൻ്റൽ ആയിട്ടുള്ള പ്രശ്നമാണ്, അതിൻ്റെ അഡിക്ഷൻ. ഇപ്പോൾ കളിതമാശ ചിലപ്പോൾ കുടിക്കുന്നതിനെ കുറിച്ചല്ല പറയാം. അത് അങ്ങനെയുള്ള നമ്മൾ ആ രീതിയിൽ സെൻറ്ററുകളിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ കുടി നിർത്തി കഴിയുമ്പം ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ല. കുടി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ ബീവറേജിൽ പോകുന്ന ഭർത്താവിനോടും എക്സാമിന് പോകുന്ന മകനോടും ഭാര്യ ഒരേ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി. അത് അങ്ങനത്തെ അവരോട് ഫുള്ള് വാങ്ങിക്കാനാണ്. അതെ, അത് നമുക്ക് ഈ വായന കിട്ടുന്ന ഓരോ വീട്ടിലേക്ക് വായിക്കുമല്ലോ. നമ്മുടെ കണ്ണിതായതുകൊണ്ട് ഇങ്ങനത്തോട് നമ്മൾ സ്വരുക്കൂട്ടി വെക്കുവേ. പിന്നെ അതൊരു അവസരം വരുമ്പോൾ അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാര്യയെ പേടിച്ചാൽ കുറെയൊക്കെ ഭാര്യ പറയുന്നത് കേട്ടാൽ, ഭാര്യയുടെ ഒരു പേടിയും ഭയഭക്തി ബഹുമാനമൊക്കെ നിലനിർത്തിയാൽ കുറെയൊക്കെ കുടുംബജീവിതം ശരിയാക്കി പോകാന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ആളുകൾ വൈകുന്നേരങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചർച്ച. ഒരു വിവാഹം കഴിഞ്ഞ് 3-4 വർഷത്തിനൊക്കെ ശേഷം ശരിക്കും ഭാര്യയെ ഭർത്താക്കന്മാർ പേടിക്കേണ്ടതുണ്ടോ? ഒന്നുമില്ല. ഈ തമ്മിൽ ശരിക്കും സ്നേഹിച്ചാലും മതി, പ്രശ്നമില്ല. പേടി വരുന്നത് ഷെയറിങ്ങിൻ്റെ കുറവ്, സ്നേഹത്തിൻ്റെ അഭാവം, അവിടെയാണ് പേടി, ഒരു ഭയം. ഇതൊന്നുമില്ല. നല്ല ശരിക്കും സ്നേഹിച്ചാൽ എന്നാ പേടിക്കാനിരിക്കും, ഇതല്ലേ ഉള്ളേ. അപ്പം അത് യഥാർത്ഥ സ്നേഹം ഇല്ലാത്തടത്താണ് ഭയം വരിക. കാരണം ഭയത്തിൻ്റെ വിപരീതപദം ധൈര്യം എന്നല്ല, അഭയം എന്നുള്ളതാണ്. അഭയം. അപ്പം ദൈവത്തിന് അഭയം വെച്ചുകൊണ്ട് സ്നേഹത്തോടെ ഷെയർ ചെയ്താൽ തീരാത്ത പ്രശ്നമൊന്നും കുടുംബത്തിലില്ല. അപ്പം ഒരു ഭയത്തിൻ്റെ കാര്യമില്ല. അപ്പം ഒരു അപ്പൻ എപ്പോഴും അമ്മയെ പേടിയാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരാപ്പിളുണ്ടായിരുന്നു. ഈ ആപ്പിൾ എടുത്തിട്ട് 4 മക്കളോട് അമ്മ പറഞ്ഞു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം. അമ്മ പറഞ്ഞു അങ്ങനെ തരികയില്ല, അമ്മ പറയുന്നത് ആദരവോടെ കേട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾക്ക് ഈ ആപ്പിൾ എടുക്കാം. അപ്പോൾ ഇളയ കൊച്ചു പറഞ്ഞു, അമ്മ ഭയങ്കരയാണല്ലോ, ആപ്പിൾ അപ്പന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. ചില കുടുംബമാണ്, അങ്ങനെയുള്ള കുടുംബങ്ങളില്ല. അപ്പം അവിടെ അതിനേക്കാൾ നന്മ പേടിച്ച് കീഴ്പ്പെടുന്നതല്ല, സ്നേഹിച്ച് കീഴ്പ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരാണ് കുടുംബത്തിൻ്റെ വിജയം അവിടെയാണ്. പുതിയ കാലത്തെ ആളുകളെല്ലാം ഈ ഫോണിലേക്ക് ഒതുങ്ങിക്കൊടുന്നുണ്ട്. അച്ഛൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധി ഉണ്ടാകുന്നത് ഫോണിലൂടെയാണല്ലോ. ഈ ഫോൺ ഉപയോഗം കാരണം കൊണ്ടും, അതായത് ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, ഫോണിൽ ഇന്നാളുടെ ഫോൺ ഇന്നാള് ചെക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പുതിയ എന്താ പറയുക, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ഫോൺ ഉപയോഗം എങ്ങനെയാ ഒരു കപ്പിളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്? ഫോണിൻ്റെ ഉപയോഗം നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ പുതിയൊരു രീതിയാണ്. അപ്പം അത് ശരിക്കും ഉപയോഗിക്കാം, തെറ്റായിട്ടും ഉപയോഗിക്കാം. ഇപ്പം കുടുംബത്തിൻ്റെ വിജ്ഞാനം കിട്ടുന്ന അറിവ് ഒരുമിച്ചിരുന്ന് ഭർത്താവും ഭാര്യയും കേൾക്കാനാണെങ്കിൽ അത് ഉപയോഗപ്രദമാണ്. ആ ഫോൺ ഉപയോഗമാണ്. നന്മ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ കേൾക്കുന്നത് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ അപകടം നെഗറ്റീവായിട്ടുള്ള ഉപയോഗമാണ്. ഉദാഹരണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയോട് ഇഷ്ടക്കുറവ് വന്നാൽ, പണ്ട് കോളേജിൽ കൂടെ പഠിച്ച പെണ്ണും അവൾക്ക് അവളുടെ ദാമ്പത്യത്തിനും തൃപ്തിയില്ല, അവളുമായിട്ട് ഇവൻ ബന്ധം ആരംഭിക്കും. അതുപോലെ ഇവൾ കെട്ടിയോനി തൃപ്തിയില്ലേ, പഴയ പൂർവ്വകാമുകൻ, കാമുകനാണെന്നില്ല, പഴയ കോളേജ് ഫ്രണ്ട് ആരംഭിക്കും. അങ്ങനെ ഒളിച്ചുള്ള വിളികൾ ആരംഭിക്കും. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് പരിധി വിട്ടുള്ള സഭയിലില്ലാത്ത വർത്തമാനങ്ങളൊക്കെ വരാം. അത് സംശയമുള്ള ഭർത്താവ് ഒരു പക്ഷേ ചെക്ക് ചെയ്യുക ഒരിക്കൽ, അല്ലെ ഭാര്യ ചെക്ക് ചെയ്യുക. ചെക്കുമ്പോഴാണ് മോശമായ കോൾ, അതുവഴി ഡൈവോഴ്സ് ഉണ്ട്, അതുവഴി കോടതി കേസുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള നിഗൂഢമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് ഫോൺ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാനായിട്ട്
അറിവുള്ള ഭാര്യാഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഒളിച്ചുകളികൾ കോണി വന്നാൽ ഇന്നല്ല നാളെ അത് തെളിയപ്പെടും, പിടിക്കപ്പെടും. ഈ തമാശ പറയുമ്പോഴേ അത് ആ സാഹചര്യം അല്ലെങ്കിൽ ആ സന്ദർഭം അങ്ങനെ നോക്കുന്ന ആളാണോ അച്ഛൻ, അതോ ഒരു സന്ദർഭത്തിൽ ഈ കൗണ്ടർ പറഞ്ഞേ പറ്റുമോ? അതായത് ഈ സമയത്ത് ഈ തമാശ പറഞ്ഞേ പറ്റും, അല്ലെങ്കിൽ ഒരു വീർപ്പുമുട്ടലും ഉണ്ടാവില്ല തമാശ പറയുന്ന ആളുകൾക്ക്, അങ്ങനത്തെ അവസ്ഥ അനുഭവിക്കാറുണ്ടോ? ഈ ചിലപ്പം പറഞ്ഞു വരുമ്പം നമ്മൾ ആ കോണ്ടക്സ്റ്റിൽ അങ്ങ് വന്നു പോകും. ചിലതങ്ങനെ ധ്യാനപ്രസവമൊക്കെ നേരിടുമ്പോഴത്തേക്ക് ചില തമാശകൾ മനസ്സിൽ കരുതിയിരിക്കും. അത് പറയുന്ന സ്ഥലമല്ല, ആ ഒരു മണിക്കൂറിൽ എവിടെങ്കിലും ഇത് പറഞ്ഞു പോകണം, എവിടെങ്കിലും. അത് പ്ലാൻഡാണ്. പക്ഷേ പറയുന്ന രീതി അന്നേരത്തെ രീതിയിലാണ്, പക്ഷെ ആശയം നമ്മുടെ പ്ലാനിലുണ്ട്. ടി വി സംവാദങ്ങളിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അന്നേരമല്ല ചോദ്യം വരുന്നത്, നമുക്കറിയത്തില്ലല്ലോ, അത് നമുക്ക് തോന്നുന്നു അങ്ങ് പറയുന്ന. പശുവിനെ ചെനപിടിപ്പിക്കാൻ വരെ അച്ഛൻ്റെ എന്താ പറയാ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ്? അതിങ്ങനെ അത് നമ്മുടെ MLA PJ ജോസഫായിരുന്നു. ഇങ്ങനെ ആ പശുവിന് ചെനപിടിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് റിയൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. ഞാനും പോയി എൻ്റെ മനസ്സിൽ നിന്ന് ചിരിച്ചാലും ഉള്ളിൽ ഓർത്താണ് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പോന്നു, പ്രാർത്ഥനയെ മറന്നു പോയി, എത്രയോ പ്രാർത്ഥിക്കുന്നു. പക്ഷെ പിന്നീട് PJ വിളിച്ച് പറഞ്ഞു ചെന പിടിച്ചു, പ്രസവിച്ചു, കിടാവിന് ഞാൻ തന്നെ പേരിടും, അനാർക്കലി എന്നാണ് പേര്. നമുക്ക് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മനുഷ്യർ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവരും. മനുഷ്യർക്ക് വേണ്ടി വരും, ആട്, പശു അങ്ങനത്തെ ഉള്ളത്, പിന്നെ ഓതി കൊടുക്കാൻ വേണ്ടി കാശിരൂപം വരും. അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്ഥിരം നടക്കുന്നില്ല. അപൂർവമായിട്ട് എന്തെങ്കിലും ജോസഫിന്റെ ആയിരുന്നു അവസാനം ഇങ്ങനെ ഒരു മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കുരിശ് വെഞ്ചരിച്ച് കുരിശ് പശുവിന്റെ മേലെ കെട്ടി വെച്ചാൽ പശു എഴുന്നേറ്റ് നടക്കുക. അപ്പൊ എന്താ ശരിക്കും മൃഗങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക? അല്ല, നമ്മളീ ഒരു കുരിശോ ഒരു മെഡലോ പ്രാർത്ഥിച്ചു കൊടുക്കുകയെ ഇത് കൊണ്ടുപോയി അതിന്റെ കഴുത്തലോ ചടലിലും കെട്ടിയിടുമ്പം ദൈവമേ വീട്ടുകാരാഗ്രഹിക്കുന്ന ഫലം അതിൽ നിന്നുണ്ടാകണേ എന്ന് നമ്മളിത് പ്രാർത്ഥിക്കുന്നുള്ളൂ. ചിലപ്പം കറുപ്പിക്കാത്ത പശുവായിരിക്കും, പിന്നെ അത് കറുപ്പിച്ചു, ചുരത്തിക്കാത്ത പശുവിന് ചുരത്തി, ചനയില്ലാത്ത പശുവിന് ചന പിടിച്ചു. അത് നമ്മളൊന്ന് ഒരു പൊതു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുള്ളൂ. നമ്മളെ പ്രാർത്ഥനയുടെ ഫെയ്ത്തും കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഫെയ്ത്തും ഉണ്ടല്ലോ, അത് മൃഗത്തിൽ വരുന്നതല്ല. അപ്പം അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അടയാളം പോലെ ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ ഈ പ്രണയം എന്ന് പറയുന്ന കാര്യം പതിയെ നിലനിൽക്കുന്നില്ല. പണ്ടത്തെ പോലെ പ്രണയത്തിന് ഒരുപാട് കാലത്തെ കാലയളവില്ല, അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനമുണ്ട്, പണ്ടത്തെ പ്രണയമായിരുന്നു നല്ലത് അങ്ങനെയൊക്കെ. ശരിക്കും പ്രണയത്തിന് കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വരും, പ്രണയത്തിന്റെ ദൈർഘ്യം കുറയും, അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ അത് കൂടുതലാണ്. പണ്ട് പ്രേമിച്ച് കെട്ടാന്ന് വെച്ചാൽ മരിച്ചാൽ മരണം വരെ പോകുന്ന ഒന്നാണ്. ഇപ്പം പ്രേമിക്കുന്നു, നാളെ ഇഷ്ടക്കേട് വന്നാൽ പോട്ടെ എന്ന് പറയും. അതെന്തുകൊണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെയോ സമൂഹത്തിലോ വരുന്ന മാറ്റം കൊണ്ടാകാം ഇപ്പോൾ ഒത്തിരി ദൈർഘ്യം കുറയുന്ന പ്രണയബന്ധങ്ങൾ. കല്യാണം കഴിഞ്ഞു 1-2 മാസം പ്രേമിച്ച് കിട്ടിയാലും പിരിഞ്ഞേക്കാമെന്ന് പറയും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഒറ്റപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. അപ്പം അത് പറയും, ഈ പ്രേമം ശ്രദ്ധിച്ച് പ്രേമിച്ചില്ല അപകടം. ഒരു മലയാളി പെണ്ണ് ചൈനക്കാരനെ പ്രേമിച്ചു, കല്യാണം കഴിച്ചു, അമ്മയപ്പനൊക്കെ എതിർത്തു. അതെല്ലാം കഴിഞ്ഞ് അവൾ പ്രസവിച്ചു. ഒരു ചൈനക്കാരി കുഞ്ഞിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു മിടുക്കം കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ 21-ാം ദിവസം കുഞ്ഞ് മരിച്ചു. ഉടനെ അമ്മ പറഞ്ഞു, ഈ പൊട്ടിയോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, ചൈനക്കാരനെ പ്രേമിക്കല്ലേ, കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ അധികം നിൽക്കുകയല്ല, പെട്ടെന്ന് തീറിപ്പോവും. ഇന്ന് പ്രേമവും ഇങ്ങനെയാണ്, ചൈനീസ് ഉൽപ്പന്നം പോലെ അധികം നിൽക്കുകയല്ല, പെട്ടെന്ന് തീരും. ഒരാളെ തന്നെ കുറേ വർഷങ്ങൾ പ്രണയിക്കുക, അല്ലെങ്കിൽ അയാളാണ് ഈ ജീവനും അയാളാണ് ഇനി യാത്രയും എന്നൊക്കെ വിചാരിക്കുക, അതിനൊരു മാനസികാവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഉണ്ടാവണമല്ലോ. അതുണ്ടാവാൻ ശരിക്കും നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത് ഒരു മനുഷ്യന്? അത് ആത്മാർത്ഥമായ സ്നേഹം, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മതി. കളിപ്പിക്കുന്നതായിരിക്കുമല്ലോ ഉള്ളിലേ. ഇപ്പം ശരിക്കും സ്നേഹിച്ചാൽ മരണം വരും, അങ്ങ് തുടരും. അതല്ല വൈകാരിക സ്നേഹമാണെങ്കിൽ അല്പം കൂടെ മെച്ചപ്പെട്ടത് കാണുമ്പം ഞാൻ മാറും. ഉദാഹരണത്തിന് ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അത് കഴിഞ്ഞപ്പോഴാണ് വിദേശ ജീവിതത്തിൽ വേറൊരു പെണ്ണുമായിട്ട് പരിചയം വന്നു. അതാണ് വരുമാന വഴി, സ്നേഹം അങ്ങോട്ട് മാറി. മോട്ടിവേഷൻ എന്താ? പണം. ചുമ്മാരി വികാരമൊന്നുകൂടെ ഉള്ളൂ. ആ സ്നേഹമൊന്നും വിളിക്കാനേ പറ്റുകയില്ല. ഒരുമാതിരി പട്ടിയും പൂച്ചയും തമ്മിലൊക്കെ അല്ലെ, പട്ടിയും ഒക്കെ ഉണ്ട്, ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ശരിക്കുണ്ടെങ്കിൽ മരിച്ചാലും ആത്മാർത്ഥത സ്നേഹിച്ച് എന്ത് വന്നാലും അവളെ കിട്ടും, അവനെ കിട്ടും. ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളുടെ അടുത്ത് ഈ കുടുംബത്തിലുള്ള മറ്റാളുകൾ കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, അതായത് ഈ മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും മുഴുവനായും തുറന്നു പറയരുത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആയുധമാക്കി വെച്ചിട്ട് ഈ ഭർത്താവോ ഭാര്യയോ അതൊരു ആയുധമാക്കി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ശരിക്കും ഒരാളുടെ പാസ്റ്റ് അത് എത്രത്തോണ്ട് വേറൊരാൾ അറിയണം, അല്ലെങ്കിൽ ഒരാളുടെ പാസ്റ്റ് വേറൊരാൾ എത്രത്തോണ്ട് മറ്റൊരാളെ അറിയിക്കണം. നമ്മളിപ്പോൾ പറയാറുണ്ട്, ഈ വണ്ടിയെ
കയറുന്ന യാത്രക്കാരനോടും വിദേശ ജോലിക്ക് പോകുന്ന കെട്ടിയവനോടും കല്യാണം കഴിച്ചു വിടുന്ന പെണ്ണിനോടും പറയുന്നൊരു വാക്കുണ്ട്, ഒറ്റ വാക്കുണ്ട്. കടിച്ചു വിടുന്ന പെണ്ണിനോട് അമ്മ പറയും, വണ്ടിയിൽ കയറുന്നവരോട് ആൾക്കാർ പറയും, അല്ലെങ്കിൽ കണ്ടക്ടർ പറയും, വിദേശത്ത് പോകുന്ന ആളോട് ഭാര്യ പറയും. ഒറ്റ വാക്ക്. ആ വാക്ക് ദാമ്പത്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. ആ വാക്കിലാണ് പിടിച്ച് നിൽക്കണം കേട്ടോ. പിടിച്ച് നിൽക്കണം കേട്ടോ, ഈ ഒരു വാക്കാണ്. അപ്പം ആ വാക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കുടുംബത്തിലൊക്കെ ആയിട്ട് ഒരു കൊച്ചു കൊച്ചു പ്രശ്നമോ ഇഷ്യൂസോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലങ്ങ് പിണങ്ങി പിരിയാന്നുള്ളതല്ല, പറഞ്ഞു കൊടുക്കണം. അമ്മ മോക്ക് ജീവിതം എളുപ്പമല്ല, ഇന്ന് വരെ കണ്ടതല്ല, ജീവിതം പുതിയ ഒന്നാണ്. അപ്പൻ മോന് പറഞ്ഞു കൊടുക്കണം. ഇത് തമ്മിലും പറയണം, ഇന്നലെ വരെ നിനക്കൊരു ലോകം എനിക്കൊരു ലോകം, ഇന്നലെ വരെ ഇന്നലെ നീയും ഞാനുമാണ്, മുതൽ നാമാണ്, നീ പോയി ഞാൻ പോയി നമ്മളായി. അപ്പം അങ്ങനെ നിൽക്കാൻ എന്തെല്ലാം സഹായമാണോ അതൊക്കെ കണ്ടെത്തി ചെയ്തോണമെന്ന് പരസ്പരം പറയണം. അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യത്തിന് വെറുതെ പൊട്ടിത്തെറികളാവും. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം മുഴുവനായിട്ട് മനസ്സിലാക്കണമെന്നില്ല, അയാളുടെ കൂടെ യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ശരിക്കും രണ്ടാൾക്കാർ വിവാഹം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് യാത്രകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുമിച്ചുള്ള യാത്രകൾ ഒന്നാമത് നമുക്കൊരു ഒത്തിരി ഒരു ഫ്രഷ് എയർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സങ്ങ് ഫ്രീ ആവും. എപ്പോഴും ഒരു യന്ത്രത്തിൻ്റെ ലോകത്തിരിക്കുമ്പോൾ മനസ്സ് കടിച്ചു, മനസ്സൊന്ന് ആയി, മനസ്സ് ഫ്രീ ആവും. പിന്നെ ഓരോന്നും കണ്ടു ഒരുമിച്ച് ചിരിച്ചും പങ്കുവെക്കുമ്പോൾ ഒത്തിരി ആയി, ഒന്നിച്ച് ചിരിക്കുന്നു, ഒന്നിച്ച് പറയുന്നു. പിന്നെ കുറച്ചുകൂടെ ഒരുമ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി യാത്രകളും എവിടെയും പോയുള്ള മാറിയുള്ള ടൂറിസ്റ്റായിട്ട് പോയുള്ള താമസമൊക്കെ ഒത്തിരി ലഭിക്കും. പക്ഷേ നമ്മളൊരു യാന്ത്രികതയല്ലേ, യാന്ത്രികതയാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടക്കേട് ഒത്തിരി അങ്ങ് വരും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടക്കേടുണ്ടല്ലോ അത് കണ്ണടയ്ക്കാനുള്ള ഒരു കരുതി ലഭിക്കും. ഈ ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ എങ്ങനെയല്ല കണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഒരാൾക്ക്, അതായത് ഒരു സ്ത്രീക്ക് പുരുഷന് അല്ലെങ്കിൽ പുരുഷന് സ്ത്രീ, അങ്ങനെ മുഴുവനായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുമോ? അതിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് പറ്റിയല്ല, എങ്കിലും ഒരു പരിധി വരെ പറ്റും. നമ്മൾ നല്ല ഷെയറിങ്ങും ഡെയിലി കോൺവെർസേഷനും ഉണ്ടെങ്കിൽ കുറേയേറെ മനസ്സിലാക്കാൻ പറ്റും. മിണ്ടാതെ അമ്മ കിടക്കാൻ പോയെന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ആ വാക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരണമല്ലോ. ചിലർ പറയും എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ കുറേ എണ്ണം നിറഞ്ഞിരിക്കുക, അതിനെയും കൂടെ കൊള്ളാൻ പറ്റാത്ത പോലെ ഇവിടെ നിറഞ്ഞു. ഏതാണ്ട് ഇറക്കി വിട്ടാലേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഭർത്താവിന് ഭാര്യയും ഭർത്താവിന്. ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, നീ എന്നെ മനസ്സിലാക്കിയിട്ടാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, നിൻ്റെ മുകളിൽ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടല്ല, മനസ്സിൽ ആക്കിയിട്ട് പറയാൻ തോന്നുന്നുണ്ട്. അപ്പം ഈ രണ്ടുപേരും പറയാമല്ലോ. നമ്മളത് ശരിക്കും ഒരു ധാരണയും ഷെയറിങ്ങും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ 100% ഒരിക്കലും രണ്ട് വ്യക്തിത്വമാണ് ഒരു പരമാവധി. അതുപോലെ തന്നെ കഴിഞ്ഞ കാലം ഇപ്പോൾ ചോദിച്ച ചോദ്യം സംഭവങ്ങൾ പറയാമോ? പറയുന്നതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ ഒരിക്കലും പറയാൻ. ഭർത്താവിനോടും പറയല്, ഭാര്യയോടും പറയല്. പറഞ്ഞില്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന വല്ലതാണെങ്കിൽ ഷെയർ ചെയ്തോളും. അതല്ല എന്തോന്ന് സംഭവിച്ചു ഇനി ഒരിക്കലും ബാധിക്കുന്നു, അല്ലെങ്കിൽ ആ ചരിത്രത്തോടൊപ്പം അതും അങ്ങ് മരിച്ചു പോകും. സിനിമകൾ കാണുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് കണ്ട അങ്ങനെ പൊട്ടിച്ചിരിച്ച് ഏതെങ്കിലും സിനിമ ഓർമ്മയുണ്ടോ? കണ്ടതല്ലേ, ഞാൻ ലാസ്റ്റ് കണ്ടത് ഈ സ്വർഗമായിരുന്നു. സ്വർഗം. പിന്നെ അതുള്ള പ്രത്യേക ജോഗലിനും നിഷ്കളങ്കമായ ചില പ്രകടനമുണ്ടല്ലോ. ഇപ്പം ജോണി ആന്റണിയുടെയും അഞ്ജുവിൻ്റെയൊക്കെ ഒരു, പിന്നെ അമ്മച്ചിയുടെ നല്ല മാതാവി പാട്ടുമൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സ് അഴിഞ്ഞു പോകുന്നു. പഴയതുപോലെ ചിരിക്കുന്ന പടങ്ങൾ ഇപ്പം വളരെ കുറവാണ്. തമാശനും ആഴം വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് ഞാൻ ജഗതി കാലഘട്ടം, ഇന്നസെൻ്റ് കാലഘട്ടം, ആ കാലഘട്ടത്തിൽ തമാശ ഞാൻ ഡെപ്ത്. അപ്പം അങ്ങനെയുള്ളതില്ല. എന്നാലും അയഞ്ഞ പടം കണ്ടെങ്കിൽ ചിരി. ചില പടം കണ്ടുവച്ച് ചിന്തിക്കണം ഇതിൻ്റെ കഥ തന്നെയാണ്, താല്പര്യമില്ല. ഈ പ്രേമലു എന്നുള്ള സിനിമയൊക്കെ എടുത്ത് കണ്ടിരുന്നു. അത് അതാണ് പറയുന്നത്, നിഷ്കളങ്കമായ ചിരികളുണ്ടല്ലോ ഓരോ വാക്കില്. ചിരി പോലെ നെയ്മർ, അതൊക്കെ നിഷ്കളങ്ക ചിരികളാണ്. അങ്ങനത്തെ ചിരികളുടെ പടങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ ഘട്ടത്തിൽ പോയി കാണാൻ. ഇപ്പൊ ഈ തമാശ പടങ്ങളിലൊക്കെ ആളുകൾ പറയുന്ന ഒരു കാര്യം, പണ്ടത്തെ ഒരു തമാശ എഴുതാൻ പറ്റുന്നില്ല. തമാശ എഴുതുന്നവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം. ഒരാളുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു കുറവനെ വെച്ചുകൊണ്ട് തമാശ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് തമാശ ഉണ്ടാക്കാൻ പറ്റില്ല. ശരിക്കും ഈ തമാശ ഇപ്പൊ പറയുന്ന ഒരാളും കൂടിയാണല്ലോ അച്ഛൻ. അപ്പം തമാശ പറയുമ്പോഴും തമാശ എഴുതുമ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു കീറാമുട്ടിയായിട്ട് വരുന്നതിനെ പറ്റി എന്താ പറയാ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആരും വേണേലും ഫോണെ പിടിച്ച് അത് തന്നെയാണ് ഇടാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു സംഗതി മൊത്തത്തിൽ അത് വരുന്നെങ്കിൽ ആർക്കും ഫീൽ ചെയ്യല്ല. ചില പീസ് മാത്രം എടുത്തിടുമ്പോഴത്തേക്ക് തോന്നും ആരാടെ കളിയാക്കാൻ വേണ്ടിയാണ്. അത് മതപരമാണെങ്കിലും തമാശ എന്താണെന്ന് നമുക്ക് ചിന്തിക്കും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കും. ഇപ്പം പണ്ട് ചെമ്മീൻ എന്ന സിനിമയിലൊക്കെ പറയാൻ ചില വാക്കുകളുണ്ട്, ഇന്ന് പറയാമെങ്കിൽ കേസാണ്. അതങ്ങനെയായി മാറി. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം.
പിന്നെ ആരെയും നോവിക്കാത്ത തമാശകൾ പറഞ്ഞു പോകുമ്പം ആർക്കെങ്കിലും കൊണ്ടാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ അങ്ങ് തണുപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ. എല്ലാം നോക്കിയാൽ പിന്നെ ഭൂമിയിൽ ഒരു തമാശ ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. സന്യാസത്തില് ഈ മറ്റ് സാധാരണ ജീവിതം ഉണ്ടല്ലോ, അതിനകത്ത് സന്യാസത്തിന് ഇപ്പോൾ അച്ഛനെ എല്ലാ ദിവസവും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രേരണ ഉണ്ടല്ലോ, ദൈവവിശ്വാസം അല്ലാതെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത് എന്താ? അത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ, സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ സൊസൈറ്റി കാണുന്ന ചേഞ്ചുകൾ, അങ്ങനെ വല്ലതും കാണുമ്പം നമുക്ക് തന്നെ തോന്നും അല്പം കൂടിയൊക്കെ പ്രാർത്ഥനയും ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പം നമ്മളും കൂടി ഇതില്ലാതായാൽ പിന്നെ എന്നാ ബാക്കി ലോകത്ത്, അങ്ങനെ ഒരു ചിന്ത വരും. അന്നേരം അത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കും, നല്ല വായനയിലേക്ക് നയിക്കും. അങ്ങനെ കിട്ടുന്നത് പങ്കുവെക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. ഈ ആരാധകരുണ്ടല്ലോ ലോകത്ത് ഒരുപാട് പേര്, അപ്പോൾ അവര് തരുന്ന സ്നേഹം അല്ലെങ്കിൽ അവര് തരുന്നൊരു ഫാൻസ് പോലെയുള്ള ഒരു ആരാധകരുണ്ടല്ലോ, ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ എന്താ? അത് പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷം എല്ലാവരും, പിന്നെ ഓർക്കും അത് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരിക്കലും ഇങ്ങനെ വാഗമണിന് പോയ വഴിക്ക് ഈ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ വേണ്ടി നിന്നേ. അപ്പോൾ ഒരു വണ്ടി വന്നു, കുറേ യുവജനങ്ങൾ. അച്ഛാ ഒരു ഫോട്ടോ, പിന്നെ അതോ എൻ്റെ ഇത്ര ഇഷ്ടമാണ്, ഫോട്ടോ എടുത്തു. ഞാൻ തിരിഞ്ഞു പൈലെ വന്ന് 2 പക്ഷികളെ കൊണ്ടുവന്നു. അത്രയും ഇതിനകത്ത് വലിയ വിലയൊന്നും ഞാൻ കൊടുക്കാറില്ല. പിന്നെ നല്ല ഹൃദയം തൊണ്ടേ ഓക്കെ, മറ്റേതൊക്കെ പിന്നെ ഒരു ഒഴുക്കിൻ്റെ ഓളം പോലെ നമ്മൾ എടുത്താൽ മതി. കാരണം മനുഷ്യൻ ഇന്ന് നന്നായെന്ന് പറയാൻ നാളെ കൊല്ലാൻ പറയും. അത് മനുഷ്യൻ്റെ വാക്ക്. അങ്ങനെ മീഡിയ ഒരുപാട് നമ്മളെ പൊക്കി പിടിക്കും. ചെറിയ തട്ടുകേട് വന്നാൽ ഈ മീഡിയ തന്നെ നമ്മൾ ഇല്ലാതാക്കാം. അതൊന്നും അത്രേ ഉള്ളൂ. എന്നാലും സ്നേഹബന്ധങ്ങളും ആ പ്രോത്സാഹനവും ഒരു ഉണർവുണ്ടല്ലോ. അത് നയനാർ പറയും, നയനാർക്ക് വാർദ്ധക്യത്തിലും ജീവിതത്തിലും ഉണർവ് ജനത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാന്ന് പറയുവേ. അതുകൊണ്ടാണ് സ്ഥിരം പ്രസംഗിക്കുന്നവർ, സിനിമാ വേദിയിലുള്ളവരൊക്കെ അതില്ലെങ്കിൽ അവരങ്ങ് ഇരുന്നു, ആ ഊർജ്ജം ഇല്ലാതെ. ഡിസംബർ മാസമാണ് ക്രിസ്മസിൻ്റെയും കൂടി മാസമാണ്. ഈ സമയങ്ങളിൽ ആളുകൾ ലോകത്തെല്ലായിടത്തും നോമ്പ് അനുഷ്ഠിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി സ്വയം തയ്യാറെടുക്കുന്നു. ആ ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു സന്ദേശം. ക്രിസ്മസ് എന്ന് പറയുന്നതേ ദൈവം മനുഷ്യൻ്റെ കൂടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അതേത് മതം, ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്തു, എവിടെയുണ്ട് ഈശ്വര സാന്നിധ്യം മനുഷ്യൻ്റെ കൂടെ ഉണ്ട്. അത് കോൺക്രീറ്റ് ആയിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചത് ശിശുവായിട്ട് പുൽക്കൂട്ടിൽ. അപ്പോൾ ഇതാണ് ദൈവം ഓരോ കാലങ്ങളിൽ വരും. അപ്പം നിത്യതയോട് മനുഷ്യനോട് ജീവിക്കാൻ ദൈവം മനുഷ്യനായി അവതരിച്ചത് ക്രിസ്മസ്. അപ്പം അങ്ങനെ ദൈവം മനുഷ്യനോട് ഒരു മനുഷ്യന് സന്തോഷമുണ്ട്. ദൈവം ഇല്ലെങ്കിൽ നമുക്ക് നരകമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഭവം വരുമ്പോൾ ഒരു സന്തോഷം വരും. ആ സന്തോഷമാണ് ക്രിസ്മസ്. അതാണ് സകല ജനതകൾക്കുള്ള രക്ഷയുടെ സദ്വാർത്ത. നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവിടെ ഒരു ആനന്ദം ആരംഭിക്കുന്നു, സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും ലഭിക്കണം, ക്രിസ്മസിലും പുതുവർഷത്തിലും. അതാണ് ആശംസ. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അമ്മയും അച്ഛനും വരെ വിചാരിച്ചിട്ടുണ്ട് ഈ കോളേജിൽ തന്നെ ഇത്രയും ആരാധകരൊക്കെ ഉള്ള, അല്ലെങ്കിൽ കോളേജിൽ ഇത്രയും സൗഹൃദങ്ങളൊക്കെ ഉള്ള ഒരാളെ ഇനി സന്യാസം സ്വീകരിക്കുമെന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആഘോഷിച്ച് ചെയ്ത ഒരു ക്രിസ്മസ് കാലഘട്ടം ഉണ്ടായിരുന്നു? ഒന്നുമില്ല. അതൊക്കെ സ്ഥിരം രാഷ്ട്രീയമൊക്കെ ആയിരുന്നു. അങ്ങനെ കളിച്ചു പൊളിച്ച് ഇങ്ങനെ നടന്നു. പിന്നെ ഇപ്പോഴത്തേനേക്കാൾ അല്പം കൂടി ആഘോഷ മൂഡ് പണ്ടാ. കാരണം ഇപ്പം നമുക്ക് എന്നും ആഘോഷത്തിന് അവസരമല്ലേ. പണ്ടൊരു ഓണം, ഒരു ക്രിസ്മസ്, ഒരു ഈസ്റ്റർ, ഒരു വിഷു, ഇങ്ങനെ ഒക്കേഷനിലേ ഉള്ളൂ. ഇന്നിപ്പം ആടെ പോത്തെ കോഴി ഇറച്ചി എന്നും കിട്ടും. പണ്ടതില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോഴും ഉച്ചപ്പടക്കം പൊട്ടിച്ചും മേളം വെച്ചും നമുക്കൊരു കൂടിയ ഒരു ആനന്ദം തോന്നുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അത് പിന്നെ യൂത്തായിട്ടും കരോളുക്കാനും ഒക്കെ ആയിട്ട് പാടിപ്പള്ളി ജനത്തോട് നേർന്ന് പുറത്തുള്ളൂ. ഇന്നിപ്പം ആൾക്കാരെ നയിക്കുന്ന ക്രിസ്മസായി, അന്ന് നയിക്കപ്പെടുന്ന ഒരു ക്രിസ്മസ്. ആ വ്യത്യാസമുള്ളൂ. ക്രിസ്മസ് കരോൾ ഗാനങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ പാരഡി ഗാനങ്ങൾ ക്രിസ്മസ് ആക്കുന്ന അങ്ങനെ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ബെത്ലഹേമിൽ ജനിച്ചു വീണ യേശു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ യേശുവിനെ അങ്ങനെ എന്താ പറയാ കുറച്ച് ഗെടുത്തുന്ന പോലെ തോന്നുന്നുണ്ടോ? അത് ചൊടിപ്പിക്കാറുണ്ടോ? ഈ ഇപ്പത്തെ ക്രിസ്മസ് പാട്ടുകളുണ്ടല്ലോ, ഓ ഉണ്ണി യേശു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെലുങ്ക് പെപ്പി സോങ്ങിനെ എടുത്തിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ എന്താ തോന്നാറ്? അത് ഈ സംഗീതവും കലയൊക്കെ അതിന്റെ മേഖലയ്ക്ക് അങ്ങ് വിട്ടേക്കാം. അതിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. ആ ട്യൂണ് പലരുടെയും മനസ്സിലുണ്ടെന്ന് വരില്ല. പക്ഷേ ഇത് പാടാൻ അത് കേൾക്കുന്നവർക്കും സഹായമാണ് അല്ലേ? ഓരോ ഇത് പാടിൻ്റെ പണ്ട് പ്രത്യേക ട്യൂണാണ് ക്രിസ്മസ് കരോൾ. അത് പഠിച്ചു വേണമായിരുന്നു. ഇന്ന് വാക്ക് മതി, ട്യൂൺ മനസ്സിൽ ഓൾറെഡി ഉണ്ട് ഈ സിനിമയുടെയൊക്കെ ആകുമ്പോഴേ. അപ്പം അതങ്ങനെ ആ രീതിക്ക് ചെയ്യുന്നു. എങ്കിലും അല്പം കൂടി ആഴവും അർത്ഥമുള്ള പാട്ടുകൾ പഴയ കരോൾ ഗാനങ്ങളായിരുന്നു, പണ്ടത്തേതായിരുന്നു. കാരണം അത് ചിന്തിച്ച് അതിനുവേണ്ടി എഴുതി ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പം സിനിമാക്ഷരത്തിന് ചേർന്ന് പോകുന്ന അക്ഷരം പെറുക്കി ഇട്ടാൽ മതി. അപ്പോൾ ആ ഡെപ്ത് കുറയും. പക്ഷെ എന്നാലും മേളം അതിനകത്ത് ഒത്തിരി ഉണ്ട്. പിന്നെ ഇപ്പം ചുമ്മാ എല്ലാ ക്ലബ്ബുകാരും എല്ലാവരും ചുമ്മാ പൈസ പിരിവും കാര്യം അങ്ങനെ വെക്കുമല്ലേ. അപ്പോൾ ആ ഒരു ഈട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓക്കെ, എന്നാലും ഓർത്തൊരു
സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു രീതി വിട്ടാൽ മതി. അച്ഛൻ എത്ര സമയം കൊടുക്കും സോഷ്യൽ മീഡിയയിൽ? അതൊക്കെ ഞാനൊരു മാക്സിമം രാവിലെ ഒരു അരമണിക്കൂർ നോക്കും. അത്രേ ഉള്ളൂ. പിന്നെ അല്ല ചുമ്മാ വേസ്റ്റ് അല്ലേ. വാട്സപ്പിലൊക്കെ നോക്കി പിന്നെ പോയി പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നോക്കും, അന്ന് വന്ന പ്രധാനപ്പെട്ട വല്ലതും ഉണ്ടോ. അതൊക്കെ ചുമ്മാ ഒത്തിരി ആയി. അതൊക്കെ പോയാൽ നമ്മുടെ വിലപ്പെട്ട സമയം എന്തോരം വായന കുറയും. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ യാത്രയിലേക്കാണെങ്കിൽ നോക്കും, വല്ല പ്രത്യേകിച്ച് വല്ലതും വന്നിട്ടുണ്ട്. എപ്പോഴും നോക്കുന്ന പരിപാടിയില്ല. ഫോണാണെങ്കിലും ഞാൻ വർത്തമാനം പറയുമ്പം ആരെങ്കിലും പറയുമ്പം ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. പിന്നെ ശാന്തവും ഞാൻ നോക്കും ആരാ വിളിച്ചതന്നെ. അല്ല പിന്നെ നമുക്കൊരു അത് വരില്ല, എപ്പോഴും ഇതിലായി പോകും, നമ്മുടെ ഈട് പോകും. അപ്പോൾ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു മാസത്തിൽ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ അച്ഛൻ എന്താ പറയുക? ജീവിതം ചെറുതാണ്, നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ നിന്നും ക്രിസ്മസ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു നല്ല പുതുവർഷമുണ്ട്. അങ്ങനെ ജീവിച്ചവർക്ക് ഒരു പഴയ നല്ല വർഷവും ഓർക്കാനായിട്ട് പറ്റും. ഏത് കർമ്മമേഖലയാണ് നമുക്ക് തന്നത് അവിടെ ശരിക്കും ജീവിക്കുക. പിറന്ന രാത്രിയിൽ ആട്ടിടയന്മാർ ഉറക്കളിച്ച് ആടിനെ കാത്തവരാ. സ്വന്തം പണി ഭംഗിയായിട്ട് ചെയ്തു, അവർ ദൈവത്തെ കണ്ടു. നമ്മൾ ഏൽപ്പിച്ച ജോലി എത്ര ചെറുതും വലുതുമാണ് വിശ്വസ്തയോടെ ചെയ്യുക. ദൈവത്തെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. ക്രിസ്മസിന് ഈ സന്ദേശമാണ് പങ്കുവയ്ക്കാനുള്ളത്. നന്ദി, നമസ്കാരം.